ലൈംഗിക പീഡന കേസിൽ ഒളിവിൽ കഴിയുന്ന പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താനായി എസ്.ഐ.ടി ശക്തമായ അന്വേഷണങ്ങൾ തുടരുകയാണ്. പാലക്കാട് കുന്നത്തൂർമേട്ടിലെ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ ഇന്ന് രണ്ടാം തവണയും എസ്.ഐ.ടി സംഘമെത്തി വിശദമായ പരിശോധന നടത്തി. രാവിലെ നടത്തിയ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും ജില്ലാ പോലീസുമായുള്ള യോഗം പൂർത്തിയാക്കി. അഞ്ചംഗ സംഘം വീണ്ടും സ്വകാര്യ വാഹനത്തിൽ ഫ്ളാറ്റിലെത്തി ഫ്ളാറ്റിനകത്ത് മുഴുവൻ പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങളും യുവതി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ശേഖരിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പായി രാഹുലിനെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. അതിനായുള്ള നിർണായക അന്വേഷണ ഘട്ടമാണിതെന്ന് സൂചന വ്യക്തമാണ്. അതേസമയം രാഹുലിന്റെ പേഴ്സണൽ അസിസ്റ്റന്റുമാരിൽ നിന്ന് മൊഴിയെടുക്കുന്ന നടപടിയും പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രിയോടെ തന്നെ എസ്.ഐ.ടി പാലക്കാട് എത്തിയിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അറസ്റ്റിന് തടസ്സമല്ലെന്ന് പോലീസ് പറഞ്ഞു. ഇതിനൊപ്പം പരാതിക്കാരിയായ യുവതിക്കെതിരായ സൈബർ ആക്രമണത്തെക്കുറിച്ച് സൈബർ പോലീസ് കേസെടുത്തു. യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിലും കേസെടുക്കണമെന്ന് ADGP വെങ്കടേഷ് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ഉറപ്പാക്കുമെന്നും ADGP അറിയിച്ചു. യുവതിക്കെതിരായ സൈബർ ആക്രമണം പാർട്ടിയുടെ അറിവോടെ നടന്നതല്ലെന്നും ഇത്തരം പ്രവൃത്തികൾ നടത്തിയവർ ആരായാലും നടപടി ഉണ്ടാകുമെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചു. രാഹുലിനൊളിവിൽ പോകാൻ KPCC സഹായിച്ചുവെന്നും മന്ത്രി V ശിവൻകുട്ടിയുടെ ആരോപണം രാഷ്ട്രീയ ചൂട് കൂട്ടിയിരിക്കുകയാണ്. കോൺഗ്രസിന് സൈബർ ആക്രമണവുമായി ബന്ധമില്ലെന്നും ഉണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും വ്യക്തമാക്കി. ഇതിനിടെ രാഹുലിന്റെ ഫ്ളാറ്റിനൊപ്പം കൊച്ചി കഞ്ചിക്കോട് പ്രദേശത്തെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലും പോലീസ് സംഘം പരിശോധിച്ചു. കേസെടുത്തിട്ട് 4ാം ദിവസമായിട്ടും രാഹുൽ ഇപ്പോഴും ഒളിവിലാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പുലർച്ചെ സുരക്ഷാ ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുത്ത അന്വേഷണ സംഘം രാഹുൽ ഫ്ളാറ്റിലില്ലെന്ന് മനസ്സിലാക്കിയതിനു ശേഷം രാവിലെ മടങ്ങുകയായിരുന്നു. പാലക്കാട് അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്കോ ബംഗളൂരുവിലേക്കോ രാഹുൽ പോയിട്ടുണ്ടാകാമെന്ന സംശയത്തിൽ അന്വേഷണം സംസ്ഥാന അതിർത്തികൾക്കപ്പുറത്തേക്കും വ്യാപിച്ചിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇതുവരെ പരിഗണിച്ചിട്ടില്ല. അറസ്റ്റിന് വിലക്കുള്ള നിർദ്ദേശവുമില്ല. അതിനാൽ ഉടൻ കസ്റ്റഡിയിലെടുത്ത് ഫോൺ, രേഖകൾ തുടങ്ങിയവ പിടിച്ചെടുക്കേണ്ടതാണ് അന്വേഷണത്തിന് നിർണായകമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. പീഡനം നടന്നതായി ആരോപിക്കുന്ന സ്ഥലങ്ങളിൽ യുവതിയെ കൊണ്ടുപോയി മഹസർ തയ്യാറാക്കിയിട്ടുണ്ട്. കൂടുതൽ സാക്ഷികളുടെ മൊഴിയെടുക്കൽ പുരോഗമിക്കുകയാണ്. മുൻകൂർ ജാമ്യത്തിൽ തീരുമാനം വരുന്നതുവരെ ഒളിവിൽ തുടരാൻ തന്നെയാണ് രാഹുലിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. കേസിലെ 2ാം പ്രതി ജോബി ജോസഫിനെയും കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നുണ്ടെങ്കിലും അദ്ദേഹം ഇതുവരെ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിട്ടില്ല. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.